ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സാലഡാണ്. ഇതൊരു വെയിറ്റ് ലോസ് സാലഡ് കൂടിയാണ്. ഇതിനൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇത് തയ്യാറാക്കാനായിട്ട് ചൈനീസ് ക്യാബേജിൻ്റെ 3 ലീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടുന്നത് ക്യാപ്സിക്കമാണ്. യെല്ലോയും റെഡും ക്യാപ്സിക്കവും 2 കുക്കുംബറും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ 15 മിനിറ്റ് വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇതിനി നമുക്ക് ഈ കാണുന്നത് പോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി കുക്കുംബറും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. രണ്ട് കുക്കുംബറും ഈ കാണുന്നത് പോലെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. റെഡും യെല്ലോയും ക്യാപ്സിക്കം കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ 1/3 ഭാഗമാണ് എടുക്കുന്നത്. ക്യാപ്സിക്കം എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടുന്നത് സവാളയാണ്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. സവാള ഈ കാണുന്നത് പോലെ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് ഓരോ ലെയറായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇടാം. ചൈനീസ് ക്യാബേജ് അരിഞ്ഞത് ഒരു 3 കപ്പുണ്ട്. അത് ഈ ബൗളിലേക്ക് ഇടുകയാണ്. കുക്കുംബർ അരിഞ്ഞത് ഏകദേശം 2 കപ്പുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇടാം. റെഡ് ക്യാപ്സിക്കം അരിഞ്ഞത് 1/2 കപ്പും യെല്ലോ ക്യാപ്സിക്കം 1/2 കപ്പും കൂടി ഇതിലേക്ക് ഇടാം. സവോള അരിഞ്ഞത് 3/4 കപ്പുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് സാലഡ് ഡ്രസ്സിംഗ് ആണ് തയ്യാറാക്കാനുള്ളത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ ഹങ്കേർഡ് എടുക്കാം. ഹങ്കേർഡ് തയ്യാറാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് മിക്സഡ് ഹെർബ്സ് ആണ്. മിക്കവാറും ഉള്ള കടകളിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. അതിൻ്റെ 1 ടീസ്പൂൺ ഇതിലേക്ക് ഇടാം. കടുക് വറുത്ത് പൊടിച്ചത് 1/4 ടീസ്പൂൺ കൂടി ഇതിലേക്ക് ഇടാം. ഗ്രേറ്റ് ചെയ്തെടുത്ത വെളുത്തുള്ളിയാണ് 1.5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനിഗർ കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാലഡ് ഡ്രസ്സിംഗ് തയ്യാറായി കഴിഞ്ഞു. ഇതിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സാലഡ് തയ്യാറായി കഴിഞ്ഞു. ഇത് നല്ലൊരു വെയിറ്റ് ലോസ് സാലഡ് കൂടിയാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ദിവസവും സാലഡ് തയ്യാറാക്കുന്നവർക്ക് പല രുചികളിൽ സാലഡ് തയ്യാറാക്കാം. ഞാൻ സാലഡിൻ്റെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ല ടേസ്റ്റുള്ള സാലഡാണ്. അതിൽ പറഞ്ഞേക്കുന്ന അളവിൽ തന്നെ തയ്യാറാക്കാൻ ശ്രമിക്കണം. ഇതിനി വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ വീഡിയോയുടെ ലിങ്ക്. അതേപോലെ തന്നെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക.